ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരുലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് ഗൈസ്. അപ്പം ഞാൻ ഒരു മാസം മുമ്പ് ഒരു ബോട്ടിലിന് പെയിൻ്റ് അടിച്ചിരുന്നു. അത് ഫുള്ള് കുളമായി ഗൈസ്. അപ്പം അതിന് റീപെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൻ കൂടി എന്നെ വിളിച്ചിട്ട് ഞാനൊരു വീഡിയോത്തിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കിപ്പം കാണിച്ചു തരാൻ പോകുന്നത് ആ കുളമായ പെയിൻറ്റിംഗ് ആണ് ഗൈസ്. ഓഹ്, ഇതേ ഗൈസ് കുളമായ പെയിൻറ്റിങ് വേണ്ട ഗൈസ്. ഫുള്ള് കുളമായി. ഇത് നമുക്കിതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കണം. എന്നിട്ട് നമ്മൾക്ക് പെയിൻ്റ് അടിക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴുകാൻ പോകാം നമുക്കിനി. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് കഴുകണേ നേരെ വീടിൻ്റെ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം സ്ക്രബ്ബറൊക്കെ വെച്ച് തേച്ച് കഴുകണം ഗൈസ്. ഇത് പോകും നോക്കാം ആദ്യം പെയിൻറ്റിങ്. അമ്മേ, പൊട്ടിയാ? ഇല്ല, പൊട്ടിയിട്ട. ഇത് വെള്ളാക്കിയിട്ടുണ്ട്. സ്ക്രബ്ബർ വെച്ച് തേച്ചെടുക്കാം ഗൈസ്. പണി പാളി, ഇത് പോകുന്നില്ല. നഖത്തിനെ കൊണ്ട് വരച്ചേക്കാം ഗൈസ്. ഞാൻ ഒരു വഴിയുമില്ല ഗൈസ്. ഇത് എങ്ങനെയാണ് കളയും ഗൈസ്. ഇനി സ്ക്രബ്ബർ വെച്ച് സോപ്പ് പൊടി നല്ലോണം തേച്ച് നോക്കാം. പോകുന്നുണ്ടോ? അപ്പോൾ കുറച്ച് നേരം ഇട്ട് അടിച്ചോട്ടെ ഗൈസ്. ഗൈസ്, പോകുന്നുണ്ട് വെച്ചാൽ പോകുന്നുണ്ട്, അഥവാ പോകുന്നില്ല വെച്ചാൽ പോകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഗൈസ്. അപ്പം ഗൈസ്, ഇനി ഇതൊക്കെ തേച്ച് കളഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, അയ്യോ, അരമണിക്കൂർ കഷ്ടപ്പാട്. ഇങ്ങനെയുണ്ട് ഗൈസ്, അരമണിക്കൂറത്തെ കഷ്ടപ്പാടാണ് ഗൈസ്. മുഴുവനും പെയിൻറ്റ് ഇളക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട് ഗൈസ്, നോക്കട്ടെ. മുഴുവനും സ്ക്രബ്ബറിനെ കൊണ്ടാക്കിയത് ഗൈസ്. ഗൈസ്, അയ്യോ പോയി ക്യാമറ. അപ്പോൾ ഗൈസ്, അതാ പിന്നെയും പോയി. ക്യാമറക്ക് എന്തെങ്കിലും കുഴപ്പമില്ലത്. അയ്യോ. അപ്പോൾ ഗൈസ്, ആവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചു. എന്നിട്ടും ഇനി കുറച്ചെൻ്റെ എത്ര, അതൊന്നും കുഴപ്പമില്ല നമുക്ക്. ഗൈസ്, പരമാവധി ക്ലീനാക്കാൻ പറ്റുന്നത്ര ക്ലീനാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പണി ഇത് പോയിട്ട് ഉണക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം ഗൈസ്. അപ്പോൾ ഇത് ഉണക്കാൻ പോകാം ഗൈസ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് കുപ്പി എടുക്കാൻ പോവുകയാണ്. ഏകദേശം 4 മണിക്കൂറായി ഗൈസ്. ഒടുക്കത്തെ വെയിലാണ്. ഏകദേശം 4 മണിക്കൂറായി ഗൈസ് നമ്മൾ ഉണങ്ങി വെച്ചിട്ട് ഇതേ കെട്ടിക്കണം നമ്മുടെ കുപ്പി. നമുക്ക് പോയി എടുത്ത് നോക്കാം. കാലിന് ഇൻ്റർലോക്ക് കുത്താൻ കഴിയുന്നില്ല ഗൈസ്, അമ്മാതിരി ചൂട് ഗൈസ്. നമ്മുടെ കുപ്പി നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ ഉള്ളിൽ കൊണ്ടുവെക്കാം. യഹൂ, നല്ല പച്ചക്കുപ്പി. എന്താണ് ഗൈസ് ഇത്? ഹണ്ടർ ഗൈസ്, ഹണ്ടർ. ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ. സോയം. ഇതെന്താണ് ഗൈസ് ഒരു സിമ്പിള്? അപ്പം നമുക്കിത് എടുത്ത് നല്ല പെയിൻ്റ് അടിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സംഭവമാണ് ഗൈസ്. അവരൊക്കെ മാറ്റി ഡ്രോവർ വഴിക്കാൻ പോകുന്നത് ഗൈസ്. ഗൈസ്, മൈ പെയിൻറ്റിങ് സെറ്റപ്പ്. നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ക്യാമലിൻ്റെതാണ്. ഈ സാധനമാണ് ഗൈസ് ഇത്. പിന്നെ ഇത് കളർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക്,
വൈറ്റൊക്കെ തീർന്ന് ഗൈസ്, വൈറ്റൊക്കെ തീർന്ന് ഒരു വൈറ്റ് പെയിൻറ്റ് വാങ്ങണം ഗൈസ്. പിന്നെ ഒരു വയലറ്റോ അങ്ങനത്തെ ഒരു കളറുണ്ട്. പിന്നെ ചാണകപ്പച്ച, പിന്നെ നല്ല ചുവപ്പ് ഗൈസ്, പിന്നെ നമ്മളെ മഞ്ഞ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വാങ്ങിയത് ബ്ലൂ, പിന്നെ ഗ്രീൻ, ഡാർക്ക് ഗ്രീനാണ്. പിന്നെ ഇതൊരു പിങ്ക് മാതിരി കളറാണ്. അപ്പം നമുക്ക് ഇത്രയും കളറാണ്. പിന്നെ ബ്രഷ് ഞാൻ കാണിച്ചു തരാം ഗൈസ്, ഞാൻ എടുക്കട്ടെ കേട്ടോ. അപ്പം ഗൈസ് നമ്മളിതേ ഇത്രയും ബ്രഷാണ് ഉള്ളത്. ഇത് ഗൈസ് 6, 7, 8, 9, 10 ഇത് ഇത്രയും ബ്രഷാണുള്ളത്. പിന്നെ വേറൊന്നുണ്ട് ഗൈസ്, ഇതിൽ വേറൊന്നുണ്ട് ഈ ഡോംസിൻ്റെ ഇതിൽ. അതിൽ ചെറിയൊരു ബ്രഷാണ്, അത് ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത്രയും ബ്രഷാണ് ഉപയോഗിക്കാറ്. അപ്പം നമുക്ക് പെയിൻറ്റ് കൊടുക്കാൻ പോകാം ഗൈസ്. അതിന് മുമ്പേ ഗ്ലാസ്സിൽ വെള്ളം നിറക്കട്ടെ കേട്ടോ. നമുക്ക് ഗ്ലാസ് എടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് വരാം. അപ്പം ഗൈസ് ഞാൻ ഇതേ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഏതോ ജ്വല്ലറിത്തെ ഗ്ലാസ്സാണ് ഗൈസ്, അറ്റ്ലസ് ഗോൾഡ് ഗൈസ്, അറ്റ്ലസ് ഗോൾഡ്. അയ്യോ ഗൈസ്. അപ്പം ഞാൻ വെള്ളം എടുക്കാൻ പറ്റുമ്പോൾ ഇതേ ഒരു ന്യൂസ് പേപ്പറൊക്കെ ഇവിടെ വിരിച്ചിട്ടുണ്ട്. അഥവാ എൻ്റെ സ്റ്റഡി ടേബിളാണ്ട് ഒരു തുള്ളി പെയിൻ്റ് ആയിരുന്നു എൻ്റെ അമ്മ കൊല്ലും ഗൈസ്. അതുകൊണ്ട് ഭയമാ മുഖ്യം. അപ്പം ഗൈസ് ഇതേ പെയിൻ്റ് എടുത്തിട്ടുണ്ട്, ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത്ര ബ്രഷാണ് ഉള്ളത്. ഈ ബ്രഷൊന്നും ഞാൻ ഉപയോഗിക്കില്ല ഗൈസ്, ഇത് 1-2 ബ്രഷാണ് ഞാൻ ഉപയോഗിക്കും. അപ്പം ഗൈസ് ബ്രഷ് വെച്ചിട്ടുണ്ട്, വെള്ളം, എക്സ്ട്രാ 3 പെയിൻറ്റ്സ്. അപ്പം നമുക്ക് പരിപാടി തുടങ്ങും ഗൈസ്, പരിപാടി തുടങ്ങും. ഇതുണ്ട് ഗൈസ് കുപ്പി. ഏത് പെയിൻറ്റ് അടിക്കും ഗൈസ് ആദ്യം ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഒന്ന് ചിന്തിച്ചിട്ട് വരാം കേട്ടോ, ഏത് പെയിൻറ്റ് എടുക്കുന്നൊന്ന് ചിന്തിക്കട്ട്. അപ്പോൾ ഗൈസ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ബ്ലൂവും ബ്ലാക്കും അതേപോലെ റെഡും കളറാണ് കൊടുക്കാനാണ്. അപ്പം ഗ്രീന് ഞാൻ ഒഴിവാക്കി ഗൈസ് കളറ്. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീനിന് ഈ പച്ച കുപ്പിക്ക് പച്ച കളിക്കുമ്പോൾ അത്ര പാങ്ങുണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല ഗൈസ്. അപ്പം ഈ ഗ്രീൻ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. ഈ ഗ്രീനും ഈ ചാണകപ്പച്ചയും ഇത് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ഗൈസ്. അപ്പം ബാക്കി ഇത്ര കളറുണ്ട്. വൈറ്റ് ഇല്ല, വൈറ്റ് തീർന്നുപോയി, അത് ചാടാം. ഇവിടെ എടുത്ത് നോക്കട്ടെ. അപ്പം ഇത്ര കളറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ബ്രഷ് ഞാനൊന്ന് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ തൽക്കാലം ഇതൊന്ന് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഇതും നമുക്ക് പിന്നീട് ഉപയോഗിക്കാം ഗൈസ്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കട്ടെ. ഇത് ഗൈസ് ഇതും വെള്ളത്തിലിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വർക്ക്. അപ്പം ആദ്യമായി ഐശ്വര്യമായിട്ട് നമ്മളെ ബോട്ടിൽ വേണ്ട കടത്തണ്ട വയ്ക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് ഏത് കൊടുക്കണം ഗൈസ്, ഏതാ കൊടുക്കേണ്ടത് ഗൈസ്? കൺഫ്യൂഷൻ. ഞാൻ ജസ്റ്റ് ആലോചിച്ച് നോക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മൾക്ക് ഓട്ടോ ഗൈസ് ഇതിൻ്റെ റെഡ് നമ്മൾക്ക് ഈ ഒരു ടോപ്പ് പോർഷനിൽ അടിച്ചു കൊടുക്കാം. എത്രത്തോളം സക്സസ് ആവുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പം സക്സസ് ആയാലും ഇല്ലെങ്കിലും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഫസ്റ്റ് റെഡ് എടുത്ത് പെയിൻറ്റ് വെള്ളം കളഞ്ഞു. റെഡിൽ മെല്ലെ മുക്കി. അയ്യോ ഇത് നല്ല ചുമല്ല കളർ. അപ്പോൾ നല്ല ഐശ്വര്യമായി കൊടുത്തു തുടങ്ങാം. എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ കഴിയില്ല, എന്നാലും യു ക്യാൻ ഡു ഇറ്റ് ഗൈസ്. എൻ്റെ മോനെ അയ്യോ ഗൈസ്, എനിക്കിത് ചില ആൾ പറയേണ്ട ഒരു പാറ്റേൺ വേണം ഈ പെയിൻ്റ് അടിക്കുമ്പോൾ എന്ന്. എനിക്ക് പാറ്റേൺ ഒന്നും അറിയില്ല ഗൈസ്, ഞാൻ ഇങ്ങനെ അടിക്കുന്നതാണ് ഒരു ടൈം പാസ്. ഇതെങ്ങനെ അടിക്കണമെന്ന് എനിക്കറിയില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ അടിക്കുന്നതാണ്.
നല്ല മണ്ണുണ്ട് ഗൈസ് പെയിൻറ്റിൻ്റെ. ഗൈസ് നമുക്ക് ടോപ്പ് പോർഷൻ ഒന്ന് അടിച്ച് തീർത്തിട്ട് കാണാം കേട്ടോ. ഗൈസ് ഇത് ഫസ്റ്റ് ലെയർ നമ്മളിത് സക്സസ്ഫുള്ളി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് ലേശം ടച്ച് വർക്കുണ്ട്. അപ്പം ഞാനിത് പെയിൻറ്റ് ഫസ്റ്റ് പെയിൻറ്റ് അടിച്ചിട്ട് നല്ല രീതിയിൽ ഹെയർ ഡ്രയർ വെച്ച് നല്ല രീതിയിൽ ഉണക്കി. അപ്പം ഇത് ഫസ്റ്റ് ലെയർ അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ബ്രഷ് നമ്മളിത് വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. ഗൈസ് നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഡാർക്ക് റെഡ് ഒരു ലേശം പെയിൻറ്റ് ബാക്കിയുണ്ട് അതിന് ബ്രഷിൽ. അത് വരച്ചിട്ടാകുമ്പോൾ ഒടുക്കത്തെ റെഡായി പോയി ഗൈസ്. നല്ല ചുവപ്പ് പായസം ചുവപ്പ് വെള്ളം. അപ്പം നെക്സ്റ്റ് ടിൻറ്റ് ഗൈസ്. ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് പുതിയൊരു വെള്ളം എടുത്തിട്ടിടാം. ടിൻറ്റ് വേണം കേട്ടോ. അപ്പം ഗൈസ് നമ്മളിതേ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ അങ്ങനെ കംപ്ലീറ്റ് ആയി ഗൈസ്. അപ്പം നമുക്ക് ഈ റെഡ് പെയിൻ്റ് അങ്ങനെ അടച്ച് ഭദ്രമായി വെക്കാം. അപ്പം ഗൈസ് ഇത് വെച്ചിട്ടുണ്ട്. അടുത്തതായി മിഡിൽ പാർട്ടിൽ നമുക്ക് നല്ല നീല കളർ ഗൈസ്, നല്ല വയലറ്റ് കളർ, സോറി ബ്ലൂ അല്ല വയലറ്റാണ്. അപ്പോൾ ഇതിനടുത്ത് നമുക്ക് വയലറ്റ് കളർ അടിച്ചു കൊടുക്കാം. ഗൈസ് വയലറ്റ് കളർ ഗൈസ്. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത എന്നിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം ഇത് വെള്ളം കളയട്ടെ. വെള്ളം പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി വയലറ്റ് കളർ അടിക്കാം. വയലറ്റ് കളറ്. അപ്പം നമുക്കിത് പൂശി കൊടുക്കാം. പൂശാൻ പോവുകയാണ്. അയ്യോ എനിക്ക് കാണുന്നില്ലല്ലോ. അപ്പം നമുക്ക് അടിച്ചു കൊടുക്കാം ഗൈസ്. ഫസ്റ്റ് എൻ്റെ മീത്തത്തെ ഭാഗത്തെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് താഴത്തെ ഭാഗത്തിൽ അടിച്ചു കൊടുക്കാം. പെയിൻറ്റ് അയ്യോ ഗൈസ് ഒടുക്കത്തെ സ്മെല്ല്. നമ്മുടെ മറ്റേ മഷിയില്ലേ ഗൈസ്, നമ്മളെ ഇങ്ക് പെന്നൊക്കെ ഉണ്ടാവില്ലേ പണ്ടത്തെ റീഫില്ലിങ്ങിൻ്റെ ആ ഒരു മഷിയുടെ ഒരു സ്മെല്ലാണ് ഗൈസ്. ഭയങ്കര വൃത്തികെട്ട സ്മെല്ല്. സാധാരണ ഒരുമാതിരി സ്മെല്ലൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് ഭയങ്കര സ്മെല്ലായി പോയി ഗൈസ്. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് അടിക്കാം. പെയിൻറ്റ് കുറച്ച് നമ്മളെ ചോപ്പിൻ്റെ ബോർഡറിലേക്ക് കുറച്ച് പോയിട്ടുണ്ട്. അപ്പം അതൊന്നും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ആ ബോർഡർ വരെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഗൈസ് ഭംഗിയില്ല ഗൈസ്. അപ്പം ഓവറായി ഗൈസ്. കയ്യിൽ പിടിച്ചടിച്ചാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് നമ്മൾ താഴെ വെച്ചടിക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചിട്ട് പെയിൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും വിചാരിക്കും ഞാനൊരു ആർട്ടിസ്റ്റാണ്. പക്ഷേ ഗൈസ് ഞാനൊരു ആർട്ടിസ്റ്റൊന്നുമല്ല. ജസ്റ്റ് എനിക്ക് അറിയുന്ന രീതിയിൽ മാത്രമേ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. കുറേ പിന്നും ബ്രഷൊക്കെ വാങ്ങി വെക്കാറുണ്ട് ഞാൻ. അപ്പം ഞാൻ ചിത്രം വരക്കുമെന്ന് വെച്ചാൽ വരക്കും, പക്ഷെ വരക്കില്ല. അതാണ് ഗൈസ് ഞാൻ. അപ്പം നീല കുഴപ്പമില്ല. അപ്പം ദേ ഗൈസ് നമുക്കിതൊന്ന് അടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പം ഗൈസ് സക്സസ്ഫുള്ളി ദേ ഗൈസ് നീല പെയിൻറ്റ് നമ്മളിതേ
അടിപൊളി അടിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് സൂര്യപ്രകാശത്തിന് ലൈറ്റ് ബാക്കിൽ വരുന്നുണ്ട്, കറക്റ്റ് കാണുന്നുണ്ടെന്നറിയില്ല. ഇതെല്ലാം അടിച്ചതിന് നമുക്ക് നല്ല രീതിയിൽ കാണാം കേട്ടോ ഗൈസ്. ഇപ്പം ഇതാണ് നമ്മുടെ ലുക്ക്. നമുക്ക് കുറച്ച് ഈ ബ്ലാക്ക് വൈറ്റാണ് നമ്മൾ മറ്റേ ഏറ്റവും താഴെ അടിക്കാൻ വന്നത്. അപ്പം ഇതെല്ലാം അടിച്ചിട്ട് കുറച്ചും കൂടി കലാപരിപാടികളുണ്ട് ഇതിൽ. അപ്പം നമുക്കിതെല്ലാം ഫുൾ പെയിൻ്റ് അടിച്ചിട്ട് കാണാം ഇനി. അപ്പം അതുവരേക്കും ബൂം. അപ്പം എൻ്റെ ഗൈസ് നമ്മൾ പെയിൻറ്റിങ്ങും ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളറിൻ്റെ പ്രത്യേകിച്ച് ഉണക്കേണ്ട ആവശ്യമില്ല, 2 മിനിറ്റുകൾ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് അതൊരു സമാധാനം ഗൈസ്. അപ്പം ദേ ഗൈസ് ഇതാണ് നമ്മുടെ ബോട്ടിൽ. നമുക്ക് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്, ശരിക്കും കാണുന്നുണ്ടെന്നറിയില്ല ഗൈസ്. ഞാൻ ലാസ്റ്റ് ശരിക്കും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് ഞാൻ ഒരു ബഡ്സ് എടുത്തിട്ടെ ഗൈസ്. കുറച്ച് കലാപരിപാടികൾ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതേ ഒരു 3-4 ബഡ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെവിയിലൊക്കെ കുത്താൻ ഉപയോഗിക്കുന്ന ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലൊരു കലാപരിപാടി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഫ്ലവറിൻ്റെ രീതിയിലൊരു ഡിസൈൻ കൊടുക്കണം. അപ്പം ഇതിൻ്റെ മിഡിൽ പാർട്ട്, ഫ്ലവറിൻ്റെ മിഡിലെല്ലാം നമ്മൾ വൈറ്റാണ് കൊടുക്കുന്നത്. പിന്നെ സൈഡ് ഏതാണെന്ന് അറിയില്ല. സൈഡ് അതിനൊരു കളറിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ച് ചെയ്യണം. അപ്പോൾ നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് ഫുള്ള് തീർന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിലേക്കും ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിന് ഫുള്ള് മറ്റേ ഇതിൻ്റെ ഫ്ലവർ ഡിസൈന് മിഡിലിൽ ഫുള്ള് വൈറ്റ് കൊടുക്കാന്ന്. എങ്ങനെ വൈറ്റ് കൊടുക്കും? വൈറ്റ് പെയിൻറ്റ് ഖത്തം ഹോഗിയ, പിന്നെ എങ്ങനെ കൊടുക്കും? അപ്പോൾ ഗൈസ് എൻ്റെ അതിന് വൈറ്റ് പെയിൻ്റ് ഉണ്ട്, മറ്റേ അടിയത്തേലുണ്ട്, അടിയിൽ ഡ്രോവറിലുണ്ട് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ. അപ്പം ആ വൈറ്റ് എന്താ വെച്ചാൽ നമുക്ക് അത്ര ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നില്ല. അങ്ങനെ ഒരു കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു തോന്നുന്നുണ്ട്. അപ്പോൾ അത്ര ക്വാളിറ്റി തോന്നുന്നത്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഗൈസ് ദേ ഫൈനലി ഇതേ നമ്മളുടെ ബോട്ടിലിൻ്റെ ഒരു പെയിൻറ്റിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഒരു ലുക്ക്. അപ്പം ഞാൻ കുറച്ച് വെട്ടും വെളിച്ചെല്ലാം ഉള്ളിലിട്ട് പോയിട്ട് കുറച്ച് ഷോർട്സ് കാണിച്ചു തരാം. ഷോർട്ടല്ല, ഷോർട്സ് ഒന്നും എടുക്കാറില്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇതൊക്കെ ഡീറ്റെയിലിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീടിന് പുറത്തോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ്ട് നമ്മളുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഗൈസ് ഗൈസ് അവിടെ കുറച്ച് നീലപ്പൂക്കളൊക്കെ കുറച്ച് പണി പാളിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇത് എൻ്റെ ഫസ്റ്റത്തെ കൊടുക്കുന്നതാണ് ഗൈസ്. ഗൈസ് ബാക്കിയെല്ലാം ഞാൻ പിന്നെയും റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ബോട്ടിൽ പെയിൻറ്റിങ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? അത് എനിക്ക് എന്താ പറയുക, ഞാൻ റീപെയിൻറ്റിങ് ചെയ്തിട്ട് ഇത്രയും സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ സബ്സ്ക്രൈബ് തൊട്ടടുത്ത് വന്ന ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.